ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ കഥയുടെ പേരെന്താ? ഫാമിലി ബിരിയാണി. അപ്പോൾ നമുക്കിതൊരു പോയിൻറ്റ് വൈസായിട്ട് പഠിക്കാം, പല പല ടെൻസ് ആയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. ചിലപ്പോൾ ഒരു സെൻറ്റൻസ് സിമ്പിൾ ടെൻസ് ആണെങ്കിൽ അടുത്തത് പാസ്റ്റ് ടെൻസ് ആയിരിക്കും, അടുത്തത് പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ച് പഠിക്കാൻ നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടും എങ്ങനെ എഴുതാമെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിൻ്റ് പറയാം. ഫസ്റ്റ് പോയിൻ്റ് എന്താ? ഞാൻ നേരത്തെ എഴുന്നേൽറ്റു. അപ്പോൾ ഇതൊരു പാസ്റ്റ് സിമ്പിൾ സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെ മനസ്സിലായി? എഴുന്നേൽറ്റു കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ടാണ് ഇതൊരു പാസ്റ്റ് സിമ്പിൾ സെൻറ്റൻസ് ആയത്. അപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേൽറ്റു, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ്, നമുക്ക് അങ്ങനെ ഓർത്തിരുന്നാൽ മതി. പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് എന്താ, ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്, എഴുന്നേൽറ്റു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. നേരത്തെ, ഏർലി. എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക എന്ന് വെച്ചാൽ എന്താ? വേക്ക് അപ്പ്. അപ്പം നമുക്കിതിനെ എങ്ങനെ ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എഴുതാമെന്ന് നോക്കാം. ഞാൻ ഐ. നേരത്തെ, നേരത്തെ എന്ന് വെച്ചാൽ എന്താ? ഏർലി. അപ്പോൾ എഴുന്നേൽക്കുക, വേക്കപ്പ്. അപ്പോൾ നമ്മളിവിടെ ഐ വേക്ക്, എഴുന്നേൽക്കുക വേക്കല്ലേ. അപ്പോൾ നമുക്ക് പാസ്റ്റ് ടെൻസിൽ നമുക്ക് എഴുതണം. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ വേക്കിൻ്റെ പാസ്റ്റ് ഫോം എങ്ങനെയാണ്? പാസ്റ്റ് ടെൻസിൽ എങ്ങനെ നമ്മൾ എഴുതുന്നത്? ഐ വോക്ക്. ഞാൻ അണ്ടർലൈൻ ചെയ്യാം. ഐ വോക്ക് അപ്പ്. നേരത്തെ, നേരത്തെ എന്ന് വെച്ചാൽ എന്താ? ഏർലി. ഐ വോക്ക് അപ്പ് ഏർലി. ഞാൻ നേരത്തെ എഴുന്നേൽറ്റു. അപ്പം ഇതെന്താ വോക്ക് എഴുതാൻ കാരണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതൊരു ഈ സെൻറ്റൻസ് തന്നെ ഉണ്ട്, ഞാൻ നേരത്തെ എഴുന്നേൽറ്റു, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമുക്കറിയാം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. നമുക്ക് വായിക്കുമ്പോഴേ മനസ്സിലായി. അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഒന്നും നോക്കണ്ട, നമുക്ക് ഇതൊരു പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായല്ലോ. ഞാൻ നേരത്തെ എഴുന്നേൽറ്റു. അപ്പം നമുക്ക് ഈ വേക്കിനെ നമുക്ക് വോക്ക് ചേഞ്ച് ചെയ്ത് വോക്ക് പാസ്റ്റ് ഫോമിലാക്കണം. അപ്പോൾ ഐ വോക്ക് അപ്പ് ഏർലി. ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ എഴുന്നേൽറ്റു, ഐ വോക്ക് അപ്പ് ഏർലി. നമുക്കിനി സെക്കൻഡ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ സെക്കൻഡ് പോയിൻ്റ് എന്താ? ഞാൻ മാർക്കറ്റിലേക്ക് പോയി. ഇതും ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. കാര്യം എന്താ? പോയി, കഴിഞ്ഞ കാര്യമാണ് പറയണത്. ഞാൻ മാർക്കറ്റിലേക്ക് പോയി. അപ്പം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, നമുക്ക് മനസ്സിലായി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഇത്? ഞാൻ എന്ന് വെച്ചാൽ ഐ, മാർക്കറ്റിലേക്ക് പോയി. പോകുക, പോകുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഗോ. അപ്പം നമുക്ക് ഇത് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആക്കിയിട്ട് നമുക്കിത് എഴുതാം. ഐ, ഞാൻ. അപ്പം പോവുക എന്ന് വെച്ചാൽ എന്താ? ഗോ. ഗോയുടെ പാസ്റ്റ് ഫോം എന്താ? വെൻറ്റ്. വെൻറ്റ്. ഐ വെൻറ്റ്. എവിടെയാണ് പോയത്? മാർക്കറ്റിൽ. ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ്. അപ്പോൾ സെക്കൻഡ് പോയിൻ്റ് എന്താ? ഞാൻ മാർക്കറ്റിലേക്ക് പോയി. ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിലേക്ക് പോയി, ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ്. നമുക്കിത് വായിച്ചപ്പോഴേ മനസ്സിലായി ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെന്ന്. അപ്പോൾ നമ്മളതനുസരിച്ചിട്ട് ഇവിടെ ഗോയെ നമ്മൾ വെൻറ്റ് ആക്കി എന്നിട്ട് എഴുതി. നമുക്കിനി നെക്സ്റ്റ് പോയിൻ്റ് നോക്കാം. അപ്പോൾ തേർഡ് പോയിൻ്റ് എന്താ? ഞാൻ ചിക്കൻ വാങ്ങി. അപ്പോൾ ഇതും ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. നേരത്തെ പഠിച്ച പോലെ തന്നെ ഈ ടെൻസും സെയിം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. കാര്യം വാങ്ങി, കഴിഞ്ഞു പോയ കാര്യമാണ്. ഞാൻ ചിക്കൻ വാങ്ങിച്ചു, വാങ്ങി, ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമ്മളിവിടെ അതിനെ സിമ്പിൾ പാസ്റ്റ് ഫോമിൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടതെന്ന് നോക്കാം. ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. ചിക്കന് നമുക്ക് ഇവിടെ കോഴി ചിക്കൻ അത് എഴുതിയില്ല. കോഴി നമുക്ക് വേണമെങ്കിൽ കോഴി എന്ന് എഴുതിയിട്ട് ചിക്കൻ എഴുതാം. അപ്പം ഞാൻ ചിക്കൻ വാങ്ങി. വാങ്ങുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? വാങ്ങുകയുടെ ഇംഗ്ലീഷ് വേർഡ് ബൈ. അപ്പോൾ ബൈയുടെ പാസ്റ്റ് ഫോമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ബൈയുടെ പാസ്റ്റ് ഫോം എന്താണെന്ന് നമുക്ക് നോക്കാം. ഐ BOUGHT, ബോട്ട്. ഇത് ബൈയുടെ പാസ്റ്റ് ഫോമാണ്. ഐ ബോട്ട് ചിക്കൻ. അപ്പം ഞാൻ ചിക്കൻ വാങ്ങി. ഐ ബോട്ട് ചിക്കൻ. അപ്പം ഇത് എന്താ ഇങ്ങനെ വന്നത്? കാര്യം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഈ സെൻറ്റൻസിൽ നമുക്കറിയാം ഞാൻ ചിക്കൻ വാങ്ങി, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം നമ്മൾ അത് ബൈയെ ചേഞ്ച് ചെയ്ത് ബോട്ടാക്കി, വേറെ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ഐ ബോട്ട് ചിക്കൻ. അപ്പോൾ എന്താ? അപ്പോൾ ബൈ ആണ് ഇതിൻ്റെ പ്രസൻറ്റ് ടെൻസ്. ആ ബൈയെ നമ്മൾ ചേഞ്ച് ചെയ്ത് ബോട്ടാക്കി. ഇതാണ് തേർഡ് പോയിൻറ്റ്. ഞാൻ ചിക്കൻ വാങ്ങി, ഐ ബോട്ട് ചിക്കൻ. നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ ഫോർത്ത് പോയിൻ്റ് നോക്കാം. അപ്പോൾ ഫോർത്ത് പോയിൻ്റ് എന്താ? എൻ്റെ അമ്മ മസാലകൾ തയ്യാറാക്കുകയായിരുന്നു. അപ്പോൾ ഇതും കഴിഞ്ഞു പോയൊരു കാര്യമാണ്. പക്ഷെ കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.
തയ്യാറാക്കുകയായിരുന്നു. അപ്പോൾ ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് എന്താ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് അല്ലേ. ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. എൻ്റെ അമ്മ, മൈ മദർ. മസാലകൾ എന്ന് വെച്ചാൽ എന്താ നമ്മൾ എഴുതുന്നത് ഇംഗ്ലീഷിൽ, സ്പൈസസ്. തയ്യാറാക്കുക, പ്രിപ്പയർ. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതേണ്ടത്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നോക്കാം. മൈ മദർ വാസ്. തയ്യാറാക്കുക എങ്ങനെയാ, പ്രിപ്പയർ എന്നല്ലേ പറയണേ. അപ്പം നമ്മളിവിടെ മൈ മദർ വാസ് പ്രിപ്പയറിങ്. എന്താ ഉണ്ടാക്കണത്, സ്പൈസസ്. മൈ മദർ വാസ് പ്രിപ്പയറിങ് സ്പൈസസ്. അപ്പം ഇവിടെ നമ്മൾ ഓർത്തിരിക്കുക, ഇവിടെ എന്താ ഞാൻ ഇങ്ങനെ എഴുതിയത്, ഇവിടുത്തെ മെയിൻ സബ്ജക്റ്റ് എന്താ, ഇവിടെ സബ്ജക്റ്റ് എന്താ, മൈ മദറാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് വരുമ്പം നമുക്ക് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ING ഫോം. ഈ ഒരു സെൻറ്റൻസ് ഓർത്തിരിക്കണം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പം നമ്മളിവിടെ സബ്ജക്റ്റ് എന്താ, മൈ മദർ വന്നു. മൈ മദർ വന്നുകൊണ്ട് ഇവിടെ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ അല്ലേ. അപ്പോൾ മൈ മദർ ആയതുകൊണ്ട് നമ്മളിവിടെ വാസ് യൂസ് ചെയ്തു. കാര്യം മൈ മദറിൻ്റെ കൂടെ നമുക്കിവിടെ വേർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മൈ മദർ വാസ് എഴുതി. പിന്നെ പ്ലസ് ING ഫോം ഉണ്ടല്ലോ ഇതിൽ, പ്ലസ് ING ഫോം. അപ്പം നമ്മൾ പ്രിപ്പയറിൻ്റെ കൂടെ ING ഫോം ആഡ് ചെയ്തു. അപ്പോൾ മൈ മദർ വാസ് പ്രിപ്പയറിങ് സ്പൈസസ്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് എഴുതാൻ പറ്റും. അപ്പോൾ എന്താ, മൈ മദർ വാസ് പ്രിപ്പയറിങ് സ്പൈസസ്. അപ്പോൾ ഈ മൈ മദറിന് പകരം ഇപ്പോൾ ഹീ ആയിരുന്നെങ്കിൽ നമുക്കിവിടെ വാസ് എഴുതാം. സബ്ജക്റ്റ് ഷീ ആണെങ്കിൽ നമുക്കിവിടെ വാസ് എഴുതാം. പക്ഷേ ഇവിടെ ഇപ്പം വി ആണെങ്കിൽ നമുക്ക് വേർ എഴുതാം. വേർ കണ്ടോ, വേർ. പിന്നെന്താ, ഇപ്പോൾ ദേ ആണെങ്കിൽ നമുക്കിവിടെ വേർ എഴുതാം. അപ്പോൾ അതിനോടൊപ്പം ഇപ്പം ദേ വേർ പ്രിപ്പയറിങ് സ്പൈസസ്. ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. ഇപ്പം വി ആണെങ്കിലും വി വേർ പ്രിപ്പയറിങ് സ്പൈസസ്. പക്ഷേ ഇവിടുത്തെ സബ്ജക്റ്റ് മൈ മദർ ആയതുകൊണ്ടാണ് നമുക്കിവിടെ മൈ മദർ വേർ എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. അപ്പം മൈ മദർ വാസ് പ്രിപ്പയറിങ് സ്പൈസസ്. കാര്യം ഇതൊരു സിംഗുലറാണ്. ദേയും വി ഒക്കെ വരുമ്പോൾ അപ്പോൾ അവിടെ ഇത് ഒരു പ്ലൂറൽ. വി എന്ന് പറയുന്നത് നമ്മൾ, ദേ അവർ. അപ്പോൾ അതൊക്കെ ഒരു പ്ലൂറൽ ഫോംസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ സബ്ജക്റ്റ് നോക്കുക. അപ്പോൾ ഇവിടെ എന്താ, സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ING ഫോം. അപ്പോൾ ഇത് നമ്മൾ ഓർത്തിരുന്നാൽ നമുക്ക് ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഒക്കെ വരുമ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസ് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ ഇതെന്താ, എൻ്റെ അമ്മ മസാല തയ്യാറാക്കുകയായിരുന്നു. മൈ മദർ വാസ് പ്രിപ്പയറിങ് സ്പൈസസ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, ഇപ്പോൾ 5th പോയിന്റ്, ഞാൻ കോഴി കഴുകുകയാണ്. അപ്പോൾ ഇതിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഞാൻ കോഴി കഴുകുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഞാൻ എന്ന് വെച്ചാൽ എന്താ, ഐ, കോഴി ചിക്കൻ, കഴുകുക വാഷ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഐ ആം കഴുകുക, വാഷ്, കഴുകുക എന്ന് വെച്ചാൽ എന്താ, വാഷ്. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആക്കിയിട്ട് നമുക്ക് എഴുതാം, ഐ ആം വാഷിംഗ് ദ ചിക്കൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഐ ആം വാഷിംഗ് ദ ചിക്കൻ എഴുതിയെന്ന് ഞാൻ പറയാം. അപ്പം ഞാൻ ഇത് പറഞ്ഞല്ലോ, ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പം ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം. അപ്പോൾ ഇത് ഓർത്തിട്ട് നമുക്ക് എഴുതാൻ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണല്ലോ. അപ്പോൾ അത് ഏത് സെൻറ്റൻസ് ആണ് നോക്കിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്കിത് എഴുതാം. ഇപ്പോൾ ഇവിടെ ഐ ആണ്, ഞാനാണ് വന്നത്. ഞാനായതുകൊണ്ട് ഐയുടെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യണം, ആം. ഐയുടെ കൂടെ നമുക്ക് ഐ ഈസ്, ഐ ആർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഐ ആം യൂസ് ചെയ്തു. പിന്നെന്താ, ഐ ആം ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം അല്ലേ. അപ്പം പിന്നെ നമ്മളിവിടെ ING ഫോം ഇവിടെ യൂസ് ചെയ്തു. കണ്ടോ, വാഷിൻ്റെ കൂടെ നമ്മൾ ING ഫോം യൂസ് ചെയ്തു. അപ്പോൾ എന്തായി, വാഷിങ്. അപ്പം നമ്മൾ ഈ ഒരു സെൻറ്റൻസ് ഇത് നമ്മൾ ഓർത്ത് ചെയ്താൽ നമുക്ക് എഴുതാൻ എളുപ്പമായിരിക്കും. അപ്പം ഐ ആം വാഷിങ് ദ ചിക്കൻ. അപ്പോൾ എന്താ, ഇപ്പം ഇവിടെ ഇപ്പം ഹീ ആയിരുന്നെങ്കിലോ, ഇപ്പോൾ ഹീ ആണെങ്കിൽ നമുക്കിവിടെ ഈസ് എഴുതാം.
ഹി ഈസ്, ഷീ ആണെങ്കിൽ ഈസ് എഴുതാം. പക്ഷേ ഇവിടെ ഐ ആയതുകൊണ്ട് ഞാനിവിടെ ആം എഴുതി. പിന്നെ ആം ഈസ് ഓർ ആർ പ്ലസ് വെർ പ്ലസ് ഐ എൻ ജി ഫോം. അപ്പോൾ ഈ ഐ എൻ ജി ഫോം ഞാനിവിടെ ആഡ് ചെയ്തു, ഐ എൻ ജി. അപ്പോൾ വാഷ് വാഷിംഗ് ആയി. ഇപ്പം ഇവിടെ ആർ എങ്ങനെ വരും? ഇപ്പം ദേ ദേ ആയിരുന്നെങ്കിൽ ഇവിടെ ആർ നമുക്ക് യൂസ് ചെയ്യാമായിരുന്നു. വി ആയിരുന്നെങ്കിൽ നമുക്കിവിടെ ആർ യൂസ് ചെയ്യാമായിരുന്നു. ഇപ്പം ഇവിടെ ഐ ആയതുകൊണ്ട്, സബ്ജക്റ്റ് ഐ ആയതുകൊണ്ട് ഇവിടെ ആം യൂസ് ചെയ്തിട്ട് ഐ ആം വാഷിംഗ് ദ ചിക്കൻ. ഞാൻ കോഴി കഴുകുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 5th പോയിന്റ്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പം ഈ ഒരു നേരത്തെ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ ആം ഈസ് ഓർ ആർ പ്ലസ് വെർ പ്ലസ് ഐ എൻ ജി ഫോം. ഈ ഒരു ജസ്റ്റ് ഇത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ എങ്ങനെയാണ്? വാസ് ഓർ വെയർ പ്ലസ് വെർ പ്ലസ് ഐ എൻ ജി ഫോം. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതാണ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 6th പോയിന്റ്, ഞങ്ങൾ തൈരും മസാലയും ചേർക്കുന്നു. ഇതൊരു പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് സെൻറ്റൻസ് ആണ്. ഞങ്ങൾ തൈരും മസാലയും ചേർക്കുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? ഞങ്ങൾ എന്ന് വെച്ചാൽ എന്താ? വി. തൈരിന് യോഗേർട്ട് എന്ന് പറയാം, ചിലയിടത്ത് കേർഡ് എന്ന് പറയും. യോഗേർട്ട്, കേർഡ്. മസാല എന്ന് വെച്ചാൽ സ്പൈസസ്. ചേർക്കുക എന്ന് വെച്ചാൽ ആഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു പ്രസൻറ്റ് സിമ്പിൾ സെൻറ്റൻസ് നമുക്ക് എഴുതാമെന്ന് നോക്കാം. ഞങ്ങൾ തൈരും മസാലയും ചേർക്കുന്നു. അപ്പോൾ ഞങ്ങൾ എന്ന് വെച്ചാൽ എന്താ? വി ചേർക്കുക, വി ആഡ് യോഗേർട്ട് ആൻഡ് പിന്നെന്താ? മസാലയ്ക്ക് എന്താ പറയണേ? സ്പൈസസ്. വി ആഡ് യോഗേർട്ട് ആൻഡ് സ്പൈസസ്. ഇത് ഒരു പ്രസൻറ്റ് സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ തൈരും മസാലയും ചേർക്കുന്നു. വി ആഡ് യോഗേർട്ട് ആൻഡ് സ്പൈസസ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 7th പോയിന്റ് എന്താ? ഞങ്ങൾ അത് 1 മണിക്കൂർ വെച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞു പോയ കാര്യമാണ്. ഒരു പാസ്റ്റ് സിമ്പിൾ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം നമുക്ക്. ഞങ്ങൾ എന്ന് വെച്ചാൽ എന്താ? വി. 1 മണിക്കൂർ വെച്ചു. 1 മണിക്കൂർ വെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? കീപ്. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? ഞങ്ങളത് 1 മണിക്കൂർ വെച്ചു. ഞങ്ങൾ. അപ്പം വെക്കുക കീപ്. അതിൻ്റെ പാസ്റ്റ് ഫോം എഴുതണം. കീപ്പിൻ്റെ പാസ്റ്റ് ഫോം എന്താ? കെപ്റ്റ്. വി കെപ്റ്റ്. അണ്ടർലൈൻ ചെയ്യാം. വി കെപ്റ്റ്. എത്ര നേരമാണ്? വി കെപ്റ്റ് ഇറ്റ് ഫോർ 1 hour. അപ്പം നമുക്ക് ഇവിടെ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ചേഞ്ച് ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ കീപ്പ്, ഈ കീപ്പിൻ്റെ പാസ്റ്റ് ഫോം കെപ്റ്റ് എഴുതി, അത്രയേ ഉള്ളൂ. കാര്യം എന്താ? ഇതൊരു പാസ്റ്റ് സിമ്പിൾ ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് വെക്കുക എന്ന് വെച്ചാൽ എന്താ? കീപ്പ്. ആ കീപ്പിൻ്റെ പാസ്റ്റ് ഫോം എന്തായാലും നമ്മളിവിടെ എഴുതി. കീപ്പിൻ്റെ പാസ്റ്റ് ഫോമാണ് കെപ്റ്റ്. അപ്പം വി കെപ്റ്റ് ഇറ്റ് ഫോർ 1 hour. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഞങ്ങൾ അത് 1 മണിക്കൂർ വെച്ചു. വി കെപ്റ്റ് ഇറ്റ് ഫോർ 1 hour. നെക്സ്റ്റ് പോയിന്റ് എന്താ? ഞാൻ അരി കഴുകി. ഇത് ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞാൻ എന്ന് വെച്ചാൽ എന്താ? അരി റൈസ്. കഴുകുക എന്ന് വെച്ചാൽ വാഷ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് എഴുതേണ്ടത്? ഇത് ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? വാഷിന് പകരം നമ്മൾ ഐ വാഷ്ഡ്. ഇത്രയേ ഉള്ളൂ. ഐ വാഷ്ഡ് ദ റൈസ്. ഒരു ചെറിയ സെൻറ്റൻസ് ആണിത്. ഞാൻ അരി കഴുകി. ഐ വാഷ്ഡ് ദ റൈസ്. കാര്യം ഇത് കഴിഞ്ഞു പോയ കാര്യമാണ്. നമ്മളിവിടെ പാസ്റ്റ് ഫോമിലാക്കി എഴുതി. ഐ വാഷ്ഡ് ദ റൈസ്. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 9th പോയിന്റ് എന്താ? എൻ്റെ അച്ഛൻ ഉള്ളി അരിയുകയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇത്? എൻ്റെ അച്ഛൻ, മൈ ഫാദർ. ഉള്ളി എന്ന് വെച്ചാൽ എന്താ? ഒണിയൻ. അരിയുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? കട്ട്. അപ്പം എൻ്റെ അച്ഛൻ ഉള്ളി അരിയുകയാണ്. അപ്പം എങ്ങനെ എഴുതാം? മൈ ഫാദർ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ. മൈ ഫാദർ. ഇവിടെ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നല്ലോ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്തിട്ട് എഴുതാമെന്ന്. മൈ ഫാദർ. അപ്പം ഞാനിവിടെ നമ്മൾ നേരത്തെ പഠിച്ചത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതാം. ഈസ്, ആം or are plus verb plus ing form. അപ്പോൾ ഇത് നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്ക് നോക്കാം. ഇനി
അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? മൈ ഫാദർ. മൈ ഫാദറിൻ്റെ കൂടെ നമ്മളിവിടെ എന്താ ചേർക്കാൻ പറ്റുക? ഈസ്, ആം, ആർ പ്ലസ് വെർ പ്ലസ് ing ആണ്. മൈ ഫാദർ വരുമ്പോൾ നമ്മളിവിടെ എന്ത് ചേർക്കാം നമുക്ക്? മൈ ഫാദർ ഈസ്. കാര്യം ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഇത് പഠിച്ചിട്ട് നമുക്കിത് എഴുതാൻ പറ്റും. മൈ ഫാദർ ഈസ്. അപ്പോൾ ഇവിടെ ഉണ്ട് ഈസ്, ആം, ഓർ, ആർ പ്ലസ് വെർ പ്ലസ് ing ഫോം. അപ്പം മൈ ഫാദർ ഈസ്. അരിയുക എന്ന് വെച്ചാൽ എന്താ? കട്ട്. നമ്മൾ ഇതിന് കട്ടിന് നമ്മൾ കട്ടിങ് ചെയ്യുക. കട്ടിങ് ing ചേർത്ത് എഴുതുക. മൈ ഫാദർ ഈസ് കട്ടിങ് എന്താ? ഉള്ളി എന്ന് വെച്ചാൽ എന്താ? ഒണിയൻ. ഇങ്ങോട്ട് വെക്കാൻ കാണുന്നില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക്. മൈ ഫാദർ ഈസ് കട്ടിങ് ഒണിയൻ. അപ്പം നമ്മളിവിടെ ഓർത്തിരിക്കുക ഇവിടെ സബ്ജക്റ്റ് മൈ ഫാദർ. അപ്പം നമ്മളിവിടെ ഈസ് യൂസ് ചെയ്തു. മൈ ഫാദർ ഈസ് കട്ടിങ് ഒണിയൻ. ഈസ് പ്ലസ് ing ഫോം. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ആയിരുന്നെങ്കിൽ നമുക്കിവിടെ ആം യൂസ് ചെയ്യാമായിരുന്നു. ഐ ആം. ഇവിടെ എന്താ? യു ആയിരുന്നെങ്കിൽ നമുക്കിവിടെ ആർ യൂസ് ചെയ്യാമായിരുന്നു. യു ആർ. പക്ഷെ മൈ ഫാദർ, പിന്നെ ഇവിടെ ഹി ആയിരുന്നെങ്കിൽ ഈസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഷീ ആണെങ്കിൽ ഈസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ മൈ ഫാദർ എന്നുകൊണ്ട് ഞാൻ ഈസ് യൂസ് ചെയ്തു. മൈ ഫാദർ ഈസ് കട്ടിങ് ഓണിയൻ. എൻ്റെ അച്ഛൻ ഉള്ളി അരിയുകയാണ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 10th പോയിന്റ് എന്താ? ഞാൻ ഉള്ളി വറുത്തു. അപ്പോൾ ഇത് ഒരു പാസ്റ്റ് സിമ്പിൾ ടെൻസ് സെൻറ്റൻസ് ആണ്. കഴിഞ്ഞു പോയ കാര്യമാണ്. വറുത്തു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? ഞാൻ എന്ന് വെച്ചാൽ ഐ. ഉള്ളി ഒണിയൻ. വറുക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഫ്രൈ. അപ്പം നമ്മളിതൊരു പാസ്റ്റ് സിമ്പിൾ ടെൻസിൽ എഴുതാം നമുക്ക്. ഞാൻ വറക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഫ്രൈ അല്ലേ. അപ്പോൾ ഇത് വറുത്തു കഴിഞ്ഞു പോയ കാര്യം. അപ്പോൾ ഫ്രൈയുടെ പാസ്റ്റ് ടെൻസ് നമുക്ക് എഴുതണം. ഫ്രൈ പാസ്റ്റ് ഫോമിലാക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതേണ്ടത്? ഐ ഫ്രൈഡ്. ഞാൻ ഉള്ളി വറുത്തു. ഐ ഫ്രൈഡ് ദ ഓണിയൻസ്. ഒണിയൻ. കാര്യം ഉള്ളികളില്ലല്ലോ, ഇവിടെ ഉള്ളി തന്നെയേ ഉള്ളൂ. അപ്പം ഒണിയൻ. ഞാൻ ഉള്ളി വറുത്തു. ഐ ഫ്രൈഡ് ദ ഓണിയൻ. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? ഇപ്പോൾ 11th പോയിന്റ് എന്താ? മസാലകൾ ബ്രൗൺ നിറമായി. കഴിഞ്ഞു പോയ കാര്യമാണിത്. അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതേണ്ടത്? മസാലകൾ ദ സ്പൈസസ് ബ്രൗൺ നിറമായി. അപ്പം കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം ഈ ബിക്കമിൻ്റെ പാസ്റ്റ് ടെൻസായി ബിക്കേം ഇവിടെ എഴുതണം നമുക്ക്. ബിക്കം അറിയാമല്ലോ, ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ് ബിക്കം. പിന്നെ പാസ്റ്റ് ടെൻസ് ആണ് ബിക്കേം. നമ്മളിത് ബിക്കേം യൂസ് ചെയ്തിട്ട് എഴുതണം. ദ സ്പൈസസ് ബിക്കേം. എന്താ എഴുതേണ്ടത്? ദ സ്പൈസസ് ബിക്കേം ബ്രൗൺ. ഇത്ര എഴുതിയാൽ മതി. ഇത് നമ്മൾ ബിക്കമിനെ നമ്മളിവിടെ ബിക്കേം ആക്കി. കാര്യം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് വേറെ ഒന്നും നമ്മളിവിടെ ചേഞ്ച് ചെയ്തിട്ടില്ല. ഈ ബിക്കമിനെ നമ്മൾ ബിക്കേം ആക്കി. ദ സ്പൈസസ് ബിക്കേം ബ്രൗൺ. മസാലകൾ ബ്രൗൺ നിറമായി. ഇതാണ് 11th പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. 12th പോയിന്റ് എന്താ? ഞാൻ കോഴി കഷ്ണങ്ങൾ മസാലകളിലേക്ക് ചേർക്കും. പിന്നീടുള്ള കാര്യമാണ്. അപ്പം ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം എങ്ങനെ എഴുതാൻ നമുക്ക്? ഞാൻ ഐ കോഴി കഷ്ണങ്ങൾ, ചിക്കൻ പീസസ്, മസാല സ്പൈസസ് ചേർക്കുക, ആഡ്. അപ്പോൾ എങ്ങനെ എഴുതാൻ നമുക്ക്? ഐ ചേർക്കും. അപ്പോൾ ചേർക്കും എന്നായതുകൊണ്ട് ഫ്യൂച്ചർ സെൻറ്റൻസ് അല്ലേ. അപ്പം നമ്മളിവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? ഐ വിൽ ആഡ്. ഇവിടെ എന്താ ആഡ് ചെയ്യണേ? ഐ വിൽ ആഡ് ദ ചിക്കൻ പീസസ്. ഐ വിൽ ആഡ് ദ ചിക്കൻ പീസസ്. എന്തിലോട്ട് ഇടുന്നത് നമ്മൾ? സ്പൈസസ്. ഇവിടെ സ്പൈസസ് ഉദ്ദേശിക്കുന്നത് മസാലയാണ്. സ്പൈസസ്. അപ്പം ഐ വിൽ ആഡ് ദ ചിക്കൻ പീസസ് ടു ദ സ്പൈസസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ആയിട്ട് വേറെ എന്തും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആഡ് ചെയ്യുക. വിൽ. കാര്യം ഫ്യൂച്ചർ ടെൻസ് ആണ്. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണെങ്കിൽ വില്ലിൻ്റെ കാര്യം നമ്മൾ മറക്കരുത്. ഐ വിൽ ആഡ് ദ ചിക്കൻ പീസസ് ടു ദ സ്പൈസസ്. ഇതാണ് 12th പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 13th പോയിന്റ് എന്താ? ഞാൻ ബിരിയാണി വിളമ്പുകയാണ്. അപ്പോൾ ഇതൊരു നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം ഇവിടെ ഞാൻ എന്ന് വെച്ചാൽ എന്താ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ ഐ. വിളമ്പുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? സെർവ്. അപ്പം നമ്മൾ പഠിച്ചായിരുന്നു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണിത്.
അപ്പോൾ നമ്മൾ തൊട്ടൊന്നും പഠിച്ചായിരുന്നു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻഡൻസ് വരുമ്പം നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം. ഇത് നമ്മൾ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ എഴുതി ഞാൻ ബിരിയാണി വിളമ്പുകയാണ്. ഐ. അപ്പോൾ നമ്മൾ ഐയുടെ കൂടെ പിന്നെന്താ? സബ്ജക്റ്റ്. ഇതാണ് സബ്ജക്റ്റ്. ഐ ആണ് സബ്ജക്റ്റ്. ഐയുടെ കൂടെ നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യാം? ഇവിടെ നമുക്ക് ഐയുടെ കൂടെ നമുക്കിവിടെ ഈസ് യൂസ് ചെയ്യാൻ പറ്റില്ല, ആർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യുന്നത്? ഐ ആം. അപ്പം നമുക്കിവിടെ ആം യൂസ് ചെയ്യാം. ഐ ആം. അപ്പം പിന്നെന്താ? ഞാൻ വിളമ്പുകയാണ്, സെർവ് ചെയ്യുകയാണ്. അപ്പം ഇവിടുത്തെ ഐ ആം സെർവ്. പക്ഷെ നമ്മളിവിടെ സെർവ് എന്ന് എഴുതാൻ പറ്റില്ല, വെർബ് പ്ലസ് ING ഫോമാണ്. അപ്പം നമ്മളിവിടെ ഈ മാറ്റിയിട്ട് റബ്ബ് ചെയ്യാം. ഈ മാറ്റിയിട്ട് നമ്മൾ എന്താ എഴുതേണ്ടത്? ING ഫോം ആഡ് ചെയ്യണം. ഐ ആം സെർവിങ്. എന്താ സെർവ് ചെയ്യണത്? ബിരിയാണി. ഐ ആം സെർവിങ് ദ ബിരിയാണി. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണോ? ഞാൻ ബിരിയാണി വിളമ്പുകയാണ്. അപ്പം ഐ ആം സെർവിങ് ദ ബിരിയാണി. ഇതെങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING സബ്ജക്റ്റിൻ്റെ കൂടെ. അപ്പം ഇവിടെ സബ്ജക്റ്റിൻ്റെ കൂടെ ഞാനിവിടെ ആം യൂസ് ചെയ്തു, പിന്നെ ഞാനിവിടെ ING ആഡ് ചെയ്തു. അണ്ടർലൈൻ വരയ്ക്കാം. ഇതാണ് 13th പോയിന്റ്. ഞാൻ ബിരിയാണി വിളമ്പുകയാണ്. ഐ ആം സെർവിങ് ദ ബിരിയാണി. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. 14th പോയിന്റ് എന്താ? എല്ലാവരും കഴിക്കാൻ തുടങ്ങി. ഇത് ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതണ്ടേ? എല്ലാവരും എന്ന് വെച്ചാൽ everyone. കഴിക്കുക എന്ന് വെച്ചാൽ എന്താ? ഈറ്റ്. തുടങ്ങുക സ്റ്റാർട്ട്. അപ്പം എങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത്? ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം എല്ലാവരും everyone തുടങ്ങുക. ഇവിടെ തുടങ്ങി. ഇപ്പോൾ തുടങ്ങി എന്നായതുകൊണ്ട് everyone started. നമ്മൾ ED ചേർത്തു. സ്റ്റാർട്ടിൻ്റെ കൂടെ ED ചേർത്തു. അപ്പോൾ സ്റ്റാർട്ടിൻ്റെ പാസ്റ്റ് ഫോം സ്റ്റാർട്ടഡ് എഴുതി. everyone started. എന്താ ചെയ്യാൻ തുടങ്ങിയത്? കഴിക്കാൻ. everyone started eating. അപ്പം നമുക്കിത് എങ്ങനെ എഴുതി നമുക്ക് നോക്കാം. സബ്ജക്റ്റ്, നമുക്ക് ഈ ഒരു സെൻറ്റൻസ് ഓർത്തിച്ചേക്കുക. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം. ഇവിടെ നമ്മൾ എന്താ ആഡ് ചെയ്തത്? പാസ്റ്റ് ഫോം ഓഫ് വെർബ് പ്ലസ് ING ഫോമാണ് ആഡ് ചെയ്തത്, പ്ലസ് ING. അപ്പോൾ എങ്ങനെ? everyone started. അപ്പം ഇവിടെ everyone ആണ് സബ്ജക്റ്റ്. അപ്പം പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം ഈ സ്റ്റാർട്ടിൻ്റെ പാസ്റ്റ് ഫോം എന്താ? സ്റ്റാർട്ടഡ്. പിന്നെ നമ്മൾ ING ഫോം ആഡ് ചെയ്തു. ഈറ്റ് പ്ലസ് ING ഫോം. അപ്പോൾ ഈറ്റിംഗ് ആയി. അപ്പോൾ everyone started eating. എല്ലാവരും കഴിക്കാൻ തുടങ്ങി. everyone started eating. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കുവാണേ. അപ്പം നമുക്ക് മനസ്സിലായല്ലോ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ പാസ്റ്റ് സിമ്പിൾ ടെൻസ് സെൻറ്റൻസ് ആണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? എല്ലാവരും എന്ന് വെച്ചാൽ എന്താ? നേരത്തെ നമ്മൾ പഠിച്ചു everyone. ഒത്തിരി എന്ന് വെച്ചാൽ എന്താ? ഒത്തിരി എന്ന് പറയുമ്പോൾ അപ്പോൾ 15th പോയിന്റ് എന്താ? എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? എല്ലാവരും everyone. കഴിക്കുക ഈറ്റ്. അപ്പോൾ എന്നെങ്ങനെ നമുക്കിത് എഴുതേണ്ടത്? everyone. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് everyone ഈസ് ഈറ്റിംഗ്. നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ഇത് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? ഇവിടെ ഒന്നും കൂടെ എഴുതാം. സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം. ഇത് ഓർത്ത് വെച്ചേക്കുവാണ്. അപ്പം നമുക്ക് ഏത് സെൻറ്റൻസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് എഴുതാം. ഇവിടെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു. everyone ഈസ് ഈറ്റിംഗ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ചെയ്താൽ everyone ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ everyoneൻ്റെ കൂടെ നമുക്കിവിടെ everyoneൻ്റെ കൂടെ ആം യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. everyone. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്താ? ഈസ്. everyone ഈസ്. പിന്നെ വെർബ് പ്ലസ് ING ഫോം. അപ്പോൾ ഈറ്റ് വെർബാണ്, അതിൻ്റെ കൂടെ ING ഫോം ആഡ് ചെയ്തു. അപ്പോൾ everyone ഈസ് ഈറ്റിംഗ്. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു.
ഇതാണ് 15th പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 16th പോയിന്റ് എന്താ? ഞാനും കഴിക്കാൻ തുടങ്ങി. അപ്പോൾ തുടങ്ങി കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഇതും ഒരു പാസ്റ്റ് സിമ്പിൾ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? ഞാൻ, ഐ, കഴിക്കുക, ഈറ്റ്, തുടങ്ങുക, സ്റ്റാർട്ട്. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? ഞാനും കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനും, അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? ഐ ഓൾസോ. കാര്യം ഞാൻ ഇവിടെ ഞാനല്ല, ഞാനും. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടാണ് ഞാനിവിടെ ഐ ഓൾസോ എന്ന് എഴുതിയത്. പിന്നെ എന്താ? തുടങ്ങി, കഴിക്കാൻ തുടങ്ങി. അപ്പോൾ തുടങ്ങുകയുടെ പാസ്റ്റ് ഫോം എന്താ? തുടങ്ങുക എന്ന് വെച്ചാൽ എന്താ? സ്റ്റാർട്ട്. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ഫോം സ്റ്റാർട്ടഡ്. ഐ ഓൾസോ സ്റ്റാർട്ടഡ്. എന്താ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയേ? കഴിക്കുകയുടെ ഇംഗ്ലീഷ് എന്താ? ഈറ്റ്. അപ്പം നമ്മളിവിടെ ഈറ്റിൻ്റെ കൂടെ ING യൂസ് ചെയ്യണം. ഈറ്റിംഗ്. ഇവിടെ സ്റ്റാർട്ടിൻ്റെ പാസ്റ്റ് ഫോം സ്റ്റാർട്ടഡ് എഴുതി. ഇവിടെ നമ്മൾ ഈറ്റിൻ്റെ കൂടെ ING യൂസ് ചെയ്തു. ഐ ഓൾസോ സ്റ്റാർട്ടഡ് ഈറ്റിംഗ്. അപ്പം നമ്മളിത് എന്താ അങ്ങനെ എഴുതിയത്? നമ്മൾ പഠിച്ചായിരുന്നല്ലോ. ഞാനും കഴിക്കാൻ തുടങ്ങി. ഐ ഓൾസോ സ്റ്റാർട്ടഡ് ഈറ്റിംഗ്. അപ്പോൾ അവിടെ ഞാൻ ഇത് എഴുതുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്തത്? സബ്ജക്റ്റിന് കൂടെ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഇതെന്താ നമ്മൾ ആഡ് ചെയ്തത്? സ്റ്റാർട്ടിൻ്റെ പാസ്റ്റ് ഫോം യൂസ് ചെയ്തു സബ്ജക്റ്റിൻ്റെ കൂടെ. ഐ ആണ് സബ്ജക്റ്റ്. അപ്പോൾ സ്റ്റാർട്ടിൻ്റെ പാസ്റ്റ് ഫോം എന്താ? അപ്പോൾ സ്റ്റാർട്ടഡ്. അപ്പം ഐ ഓൾസോ സ്റ്റാർട്ടഡ് പ്ലസ് വെർബ് പ്ലസ് ING. അപ്പോൾ പ്ലസ് നമ്മൾ ING ഫോം കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഐ ഓൾസോ കാണാമല്ലോ. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഇപ്പോൾ 16th പോയിന്റ് എന്താ? ഞാനും കഴിക്കാൻ തുടങ്ങി. ഇത് തുടങ്ങി, അപ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യമാണ് തുടങ്ങി. അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതേണ്ടത്? ഞാൻ എന്ന് വെച്ചാൽ ഐ, കഴിക്കുക എന്ന് വെച്ചാൽ ഈറ്റ്, തുടങ്ങുക സ്റ്റാർട്ട്. അപ്പം നമ്മളിതൊരു പാസ്റ്റ് സിമ്പിൾ ടെൻസ് സെൻറ്റൻസിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഞാനിവിടെ എന്താ ആൾസോ യൂസ് ചെയ്തത്? കാര്യം ഞാനും, അതുകൊണ്ടാണ് ഞാനിവിടെ ആൾസോ യൂസ് ചെയ്തത്. ഐ ഓൾസോ. പിന്നെന്താ? തുടങ്ങുകയുടെ ഇംഗ്ലീഷ് സ്റ്റാർട്ട് അല്ലേ? അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ടഡ് എഴുതി. ഐ ഓൾസോ സ്റ്റാർട്ടഡ്. കഴിക്കുക ഈറ്റിന് കൂടെ ING യൂസ് ചെയ്തിട്ട് എഴുതി. ഐ ഓൾസോ സ്റ്റാർട്ടഡ് ഈറ്റിംഗ്. എന്താ ഇങ്ങനെ എഴുതിയെന്ന് നമുക്ക് പറയാം. ഇത് ഞാൻ പറഞ്ഞു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ING ഫോമാണ് ഇവിടെ യൂസ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ? ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഐയുടെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്തത്? പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ സ്റ്റാർട്ടിൻ്റെ പാസ്റ്റ് ഫോം എന്താ? സ്റ്റാർട്ടഡ്. സ്റ്റാർട്ടിൻ്റെ പാസ്റ്റ് ഫോമാണ് സ്റ്റാർട്ടഡ് പ്ലസ് ING ഫോം പ്ലസ് ഇവിടെ ഈറ്റിന് കൂടെ നമ്മൾ ING യൂസ് ചെയ്തു. അപ്പോൾ ഐ ഓൾസോ സ്റ്റാർട്ടഡ് ഈറ്റിംഗ്. അപ്പോൾ ഇങ്ങനെ വന്നു. ഞാനും കഴിക്കാൻ തുടങ്ങി. അപ്പം എങ്ങനെയാണ് നമ്മൾ ഓർത്ത് വെച്ചേക്കുക? സബ്ജക്റ്റ് ആണ് ഇത് ഞാൻ സ്റ്റാർട്ടിൻ്റെ പാസ്റ്റ് ഫോമാണ് എഴുതിയത്. സ്റ്റാർട്ടഡ്. ഇവിടെ നമ്മൾ ING ആഡ് ചെയ്തു. അപ്പോൾ ഐ ഓൾസോ സ്റ്റാർട്ടഡ് ഈറ്റിംഗ്. ഞാനും കഴിക്കാൻ തുടങ്ങി. നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ 17th പോയിന്റ് എന്താ? എൻ്റെ അമ്മയാണ് എന്നെ ബിരിയാണി വെക്കാൻ പഠിപ്പിച്ചത്. ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്, പഠിപ്പിച്ചത്. അപ്പോൾ അതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. എൻ്റെ അമ്മ, മൈ മദർ. എന്നെ, മീ. വെക്കാൻ പഠിപ്പിച്ചത്, വെക്കുക. നമുക്ക് ഇവിടെ നമുക്ക് മേക്ക് എന്ന് എഴുതാം. വെക്കുക. പഠിപ്പിക്കുക എന്ന് പറയുമ്പം എന്താ? പഠിപ്പിക്കുക, ടീച്ച്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. എൻ്റെ അമ്മ, മൈ മദർ. പഠിപ്പിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ടീച്ച്. അപ്പോൾ ഞാൻ ഇവിടെ ടീച്ചിനെ പാസ്റ്റ് ഫോം എഴുതും. ടീച്ചിൻ്റെ പാസ്റ്റ് ഫോം എന്താ? ടോട്ട്. മൈ മദർ ടോട്ട്. ആരെ പഠിപ്പിച്ചത്? എന്നെ. മൈ മദർ ടോട്ട് മീ. എന്താ പഠിപ്പിച്ചത്? ടു മേക്ക് ബിരിയാണി. ഇതാണ് 17th പോയിന്റ്. എൻ്റെ അമ്മയാണ് എന്നെ ബിരിയാണി വെക്കാൻ പഠിപ്പിച്ചത്. മൈ മദർ ടോട്ട് മീ ടു മേക്ക് ബിരിയാണി. അപ്പോൾ ഇവിടെ ടീച്ചിൻ്റെ പാസ്റ്റ് ഫോം ടോട്ടാണ് ഞാൻ എഴുതിയത്. വേറൊന്നും ചേഞ്ച് ആയിട്ടില്ല. മൈ മദർ ടോട്ട് മീ ടു മേക്ക് ബിരിയാണി. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ടീച്ചില്ലേ? പഠിപ്പിക്കുക എന്ന് വെച്ചാൽ ടീച്ച്, പഠിപ്പിക്കുക. ടീച്ചിൻ്റെ പാസ്റ്റ് ഫോം ടോട്ടാണ് ഞാനിവിടെ എഴുതിയത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. 18th പോയിന്റ് എന്താ? എല്ലാവരും എന്നോട് പറഞ്ഞു ബിരിയാണി വളരെ രുചിയുള്ളതാണെന്ന്. അപ്പം പറഞ്ഞു കഴിഞ്ഞു പോയ കാര്യമാണ്.
അപ്പം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം? എല്ലാവരും, എവ്രി വൺ, എന്നോട് പറഞ്ഞു. എന്നോടെന്ന് വെച്ചാൽ എന്താ? മീ. പറയുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ടെൽ. വളരെ, വെരി. രുചിയുള്ളതെന്ന് വെച്ചാൽ എന്താ? ടേസ്റ്റി. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതേണ്ടത്? ഇത് ടോട്ടലി എവ്രി വൺ ടോൾഡ് മീ. ഞാനിവിടെ എന്താ ടോൾഡ് എഴുതിയത്? ടെല്ലിൻ്റെ പാസ്റ്റ് ഫോമാണ് ടോൾഡ് ഞാൻ എഴുതിയത്. കാര്യം എന്താ? ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് ടെല്ലിൻ്റെ പാസ്റ്റ് ഫോമാണ് ഞാൻ ടോൾഡ് എഴുതി. എവ്രി വൺ ടോൾഡ് മീ ദാറ്റ് എന്താ പറഞ്ഞേ? ദ ബിരിയാണി വാസ് വെരി ടേസ്റ്റി. ഇവിടെ എന്താ വാസ് എഴുതിയത്? കാര്യം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ വാസ് യൂസ് ചെയ്തു. പിന്നെ എവ്രി വൺ ടോൾഡ്, ടെല്ലിൻ്റെ പാസ്റ്റ് ഫോം ഇവിടെ എഴുതാം ചെറുതായിട്ട്. ടെല്ലിൻ്റെ പാസ്റ്റ് ഫോമാണ് ടോൾഡ്. ഇവിടെ ഞാൻ വാസ് യൂസ് ചെയ്തു. അപ്പോൾ എങ്ങനെ? എല്ലാവരും എന്നോട് പറഞ്ഞു ബിരിയാണി വളരെ രുചിയുള്ളതാണെന്ന്. എവ്രി വൺ ടോൾഡ് മീ ദാറ്റ് ദ ബിരിയാണി വാസ് വെരി ടേസ്റ്റി. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. 19th പോയിന്റ് എന്താ? എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ അതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, തോന്നി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? ഐ ഫെൽറ്റ് വെരി ഹാപ്പി. ഇപ്പോൾ ഫീലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫെൽറ്റ് എഴുതിയേക്കണം ഞാനിവിടെ. അപ്പോൾ ഐ ഫെൽറ്റ് വെരി ഹാപ്പി. എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ ലാസ്റ്റ് പോയിന്റ് എന്താ? 20th പോയിന്റ്, വൈകിട്ട് ഞങ്ങൾ മസാല ദോശ കഴിക്കും. അപ്പോൾ ഇതെന്തുവാ? പിന്നീടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പം വൈകിട്ട് ഞങ്ങൾ മസാല ദോശ കഴിക്കും. എങ്ങനെ എഴുതാമെന്ന് നോക്കാം. വൈകുന്നേരം എന്ന് വെച്ചാൽ എന്താ? ഈവനിങ്. ഞങ്ങൾ, വി. മസാല ദോശ കഴിക്കും എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ടെൻസ് അല്ലേ പറയണേ. അപ്പം നമ്മൾ അവിടെ വില്ല് ചേർത്തിട്ട് നമുക്ക് എഴുതാം. കഴിക്കുക എന്ന് വെച്ചാൽ എന്താ? ഈറ്റ്. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഈവനിങ്. എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് തോന്നി. ഈവനിങ് ഞങ്ങൾ, വി വിൽ. ഫ്യൂച്ചർ ടെൻസ് ആയിട്ട് വിൽ യൂസ് ചെയ്ത്. ഈവനിങ് വി വിൽ ഈറ്റ് മസാല ദോശ. അപ്പം വൈകിട്ട് ഞങ്ങൾ മസാല ദോശ കഴിക്കും. ഈവനിങ് വി വിൽ ഈറ്റ് മസാല ദോശ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് പോയിന്റ്. അപ്പം നമ്മുടെ 20 പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഒരു ചെറിയ കഥ പോലത്തെ 20 പോയിന്റ്സ് കഴിഞ്ഞു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സുമായി അടുത്ത് നമുക്ക് കാണാം. ബൈ.